ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. നമ്മുടെ കാട്ടാളൻ എന്ന് പറഞ്ഞ സിനിമ 28-ാം തീയതി റിലീസ് ചെയ്യാണ്. നമ്മൾ ടിക്കറ്റൊക്കെ എടുത്ത് റെഡി ആയിട്ടിരിക്കുകയാണ്. അറിയാലോ, നമ്മുടെ മാർക്കോ യൂണിവേഴ്സ് ആണോ അല്ലേ എന്നൊക്കെയുള്ള ചോദ്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. എന്തായാലും ശരി, നമ്മളതൊക്കെ അവിടെ നിൽക്കട്ടെ. ബ്ലഡ് ഓൺ ടസ്ക് എന്ന് പറഞ്ഞിട്ട് ഇതിൻ്റെ ഒരു സംഭവം വന്നിട്ടുണ്ട്. കാട്ടാളൻ, ബ്ലഡ് ഓൺ ടസ്ക്, ക്യൂബ്സ്, രവി ബസ്രൂർ. ആ പേര് വീണ്ടും എടുത്ത് പറഞ്ഞു, രവി ബസ്രൂർ. വന്നപ്പോഴുള്ള ചേഞ്ച് എന്ന് പറയുന്നത് ഹെവിയാണ്. ഭയങ്കര ഇന്റർനാഷണൽ ലെവലിലേക്ക് ഒരു ഒറ്റയടിക്കാൻ മാറി, മ്യൂസിക് മാറിയപ്പോൾ തന്നെ. സോ അതിന്റെ എല്ലാ ക്രെഡിറ്റും പുള്ളിക്കാരനെ കൊടുത്തേ പറ്റൂ. ആൻഡ് പുള്ളിക്കാരനെ കൊണ്ടുവരണം എന്നുള്ള ഷെരീഫ് മുഹമ്മദിന്റെ തീരുമാനത്തെയും നമ്മൾ ഹാറ്റ്സ് ഓഫ്. പെപ്പെ, ഷെരീഫ് മുഹമ്മദ്, ദുഷാര, സുനിൽ, കബീറാണോ കാബിർ ദുഹാൻ, മറ്റേ പുള്ളിക്കാരൻ, അതേ കാരം. വാട്ട് എവർ. 2 മിനിറ്റ് 46 സെക്കൻഡ്. റെഡി. ആനക്കൊമ്പുകൾ, രവി ബസ്രൂർ മ്യൂസിക്കൽ. മറ്റേ പുള്ളിക്കാരൻ വെനം, നിങ്ങളാണ് പ്രതീക്ഷ. ഡയറക്ടർ ബൈ പോൾ ജോർജ്. ബെപ്പെ. ఎవరు చూడని రాక్షస రూపమే, ఇస్కి ఆంఖే చలతి అంగార రే, ಇವನ ನೋಟಕ್ಕೆ ಜ್ವಾಲೆಯೇ ಮರುಗಿವೆ, ಇವನಡಿ ವೆಚ್ಚಲ್ವಾ ನದಿರು, ಸಿಡಿ ಮಾತಿನ ಯಾರಿಗ ತಡುಕು, ಇವನು ಇರೊಟ್ಟಿಗೆ ಗಿಲ ಸಿಗರಂ, ಇವನ್ ಕಾಲ್ ವೆಚ್ಚ ಪಾರಿಡರು, നാരിനി തുടരും, ഇവൻ ഉയരും മേൽമേൽ പടരും. Listen, I'm the knocker, shaka, baka, rocker, like a motherfucker now. Read about a goddamn bitch, I say you got the money now. Walking with pressure and knocking everybody in the town. Don't you try to side against me, I'm up and I bring it down. Run it up, hit them up. ഒരു മിക്സഡ് സാധനം അല്ലേ? എല്ലാ ഭാഷയിലും, അത് പടം ഇറങ്ങുന്ന എല്ലാ ഭാഷയിലും പറഞ്ഞു പോയിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി, മലയാളം, 5 ഭാഷയായി. ഓക്കെ. ആൻഡ് കിടിലം പറഞ്ഞല്ലോ. ഈ രവി ബസ്രൂർ വന്നതിന് ശേഷം എന്താ അത് എനിക്ക് ഭയങ്കരമായിട്ട് എന്താ പറയാ, ഒരു നമ്മളിപ്പോ ഇങ്ങനെ ഇപ്പോൾ പറയാം, ഒരു പാൻ ഇന്ത്യൻ സിനിമകൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ തെലുഗുവിലോ സലാറിലോ അല്ലെങ്കിൽ KGF-ലോ അല്ലെങ്കിൽ അത്തരം സിനിമകളിലൊക്കെ വരുന്ന ടൈപ്പ് പാട്ടുണ്ടല്ലോ, OG, അതിലൊക്കെ വന്നിട്ടുള്ള പാട്ട്. പടം എന്തും ആയിക്കോട്ടെ, പക്ഷെ എൻ്റെ വലുപ്പം, സ്കെയില് ഭയങ്കരമാണ്. അപ്പം അത്തരം വലിയ സ്കെയിലിൽ വരുന്ന ബിഗ് ബഡ്ജറ്റ് ഫിലിംസിൽ വരുന്ന പാൻ ഇന്ത്യൻ സിനിമയിൽ വരുന്ന ആ ഒരു മ്യൂസിക്, രവി ബസ്രൂർ എന്ന് പറഞ്ഞൊരു മനുഷ്യൻ വന്നപ്പോഴേക്ക് അങ്ങ് വന്നു. അതുവരെ ഇങ്ങനെ നമുക്ക് അയ്യേ എന്നുള്ളൊരു ഫീലായിരുന്നു. പക്ഷെ പുള്ളിക്കാരൻ വന്നപ്പോൾ അതിൻ്റെ റേഞ്ച് മാറിയതേ. അത് തന്നെയാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ മാറ്റമായിട്ട് ഞാൻ കാണുന്നത്. അതായത് നല്ല മാറ്റമായി മാറട്ടെ. ആൻഡ് ഇത്തരം സിനിമകളിൽ മ്യൂസിക്കിനുള്ള ഒരു ഇമ്പാക്റ്റ് എത്രയാണെന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഈവൻ മാർക്കോയിലാണെങ്കിലും അതല്ലാതെ ഏത് സിനിമയാണെങ്കിലും നമ്മളൊരു ആക്ഷൻ മാസ് എന്റർടൈനർ സിനിമ ഒക്കെ കാണുന്ന സമയത്ത്, അല്ലെങ്കിൽ കൊമേഴ്ഷ്യൽ ഹിറ്റ് പടങ്ങൾ, ബമ്പൻ പടങ്ങളൊക്കെ കാണുന്ന സമയത്ത് അതിൽ ഇത്തരം മ്യൂസിക് ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ്, അല്ലെങ്കിൽ ഓരോ സീനും എലവേഷൻ കൊടുക്കുന്നതിൽ അവരുടെ ഒരു പങ്ക് എന്ന് പറയുന്നത് ഭയങ്കരമാണ്. അത് രവി ബസ്രൂറിന്റെ കയ്യിൽ
ഭദ്രമാണ്, അതൊരു ഡൗട്ടും അതിലില്ല. അപ്പോൾ അത്ര ഗംഭീരമായിട്ട് പുള്ളി ചെയ്തിട്ടുണ്ട്. ചെറിയ ചെറിയ മാറ്റങ്ങളിൽ പോലും, ഇതിൻ്റെ ട്രെയിലർ ആണെങ്കിലും അതല്ലാതെ വന്നിട്ടുള്ള ഗ്ലിംസ് ആണെങ്കിലും പുള്ളിക്കാരൻ വന്നതിന് ശേഷമുള്ള ഓരോ സാധനത്തിലും ആ ഒരു ഇമ്പാക്റ്റ് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാകുന്നുണ്ട്. ആൻഡ് 28-ാം തീയതി ഒരു പൂളി വിളിക്കാൻ തന്നെയാണ് കാത്തിരിക്കുന്നത്. ഇവിടെ എടക്കര മാജിക് ഫ്രെയിംസിൽ ഞാൻ ബുക്ക് ചെയ്യുമ്പോൾ വന്നിട്ടില്ല, പക്ഷെ വെയിറ്റ് ചെയ്യണമെന്ന് ആദ്യം തോന്നി. പക്ഷെ വെയിറ്റ് ചെയ്തിരുന്നത് ദൃശ്യം 3 കാണുന്ന സമയത്ത് അവിടെ ഒരു സുഖം കിട്ടിയില്ല. എത്ര നല്ല പടമാണ്, പക്ഷെ ഒരു ഇമ്പാക്റ്റ് ഇല്ല. പക്ഷെ അതിന് ശേഷം നമ്മൾ ഫെയർലാൻഡ് പോയി കാണുന്ന സമയത്ത് എത്ര ഫാൻസിൻ്റെ ഇടയിൽ കാണുന്ന സമയത്ത് കിട്ടിയ ഒരു ഇമ്പാക്ട്, ഇവിടെ അതിൻ്റെ ഡബിൾ ഇരട്ടി ഇമ്പാക്റ്റ് ആണ് രണ്ടാമത് സിനിമ കാണുമ്പോൾ പോലും കിട്ടുന്നത്. ഈവൻ നമ്മൾ ഫാമിലി ആയിട്ട് പോകുമ്പോൾ രണ്ടാമത് പോകണം, ആദ്യം നമ്മൾ ഒറ്റയ്ക്കാണ് പോകുന്നത് ഫാൻ ഷോ. അപ്പോൾ അതാണ് അവിടെ കാണുമ്പോൾ കിട്ടുന്ന ഒരു ഇമ്പാക്റ്റ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഫെയർലാൻഡിലാണ് എടുത്തിട്ടുള്ളത്. ആൻഡ് അതുപോലെ വലിയ തിയേറ്ററുകളിൽ, ഒരുപാട് ആളുകളുടെ തിയേറ്ററിൽ തന്നെ സിനിമ മാക്സിമം ഇത്തരം സിനിമകളൊക്കെ കാണാൻ ശ്രമിക്കുക. അത് ഭയങ്കരമാണ്. നല്ല റോമാഞ്ചിഫിക്കേഷനുള്ള സമയത്ത് റോമാഞ്ചിഫിക്കേഷൻ കറക്റ്റായിട്ട് കിട്ടും. അപ്പോൾ ഈ സിനിമയിൽ അത് കിട്ടട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. എത്ര പേര് ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്, ലോക്ക് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് കമന്റിൽ രേഖപ്പെടുത്തുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ തീർച്ചയായിട്ടും കമന്റിൽ അറിയിക്കുക. ആൻഡ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ചെയ്യൂലേ?